പിന്നെ അതൊന്ന് ഫോക്കത്തെ അതിനോട്ട് പോവാ കാര്യങ്ങൾ സൂചിപ്പിച്ചു. കാക്കനാടൻ ഇല്ലാതായതോടുകൂടി നന്മ നിറഞ്ഞ ഒരു കാലഘട്ടം മലയാളത്തിന് ഇല്ലാതാവുകയാണ് ഉണ്ടായത്. അധികമൊന്നും മുതിർന്ന എഴുത്തുകാരോട് ഒരു പരിധി വിട്ട് ബന്ധപ്പെടുവാനോ അവരോടൊപ്പം ചേർന്ന് നടക്കുവാനോ എന്തുകൊണ്ടോ സാധിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ, താല്പര്യപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കാക്കനാടനോട് മാത്രം അങ്ങനെ ആയിരുന്നു. ആശയം രൂപീകരിക്കപ്പെട്ട ആശയങ്ങൾ ഉപയോഗിച്ചുള്ള മലയാളം ആ ഒരു ചിന്ത ആ രീതിയിലുള്ള ഒരു വരികയാണ് വായിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടായിട്ട് വായിക്കുന്നത്. ഇതാണ് ഞാൻ ഇത്രയും തിരക്കുള്ള ഞാൻ താലിയായിട്ട് ഏറ്റവും റീഡ് ചെയ്ത് പഴയ പുസ്തകങ്ങളായിട്ട് ആദ്യം സാറ ജോസഫിൻ്റെ ആണിപ്പോൾ ഞാൻ തുടങ്ങി ഒരേ സമയത്ത് പല പുസ്തകങ്ങളായിരുന്നു. മുഴുവൻ്റെ പുസ്തകം തുടങ്ങാൻ വേണ്ടിയിട്ട് തുടക്കി വെച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് പല പുസ്തകങ്ങളായി ഞാൻ കിട്ടിയില്ല. ഞാനിന്ന് രാംദാസിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. എനിക്കിഷ്ടമാണ് ഡോക്ടറിനെ എനിക്കിഷ്ടമാണ്. പക്ഷേ അതേ സമയം തന്നെ എം ജിയും എന്തുകൊണ്ടാണ് എനിക്ക് സാറയോട് പ്രത്യേകിച്ച് ആലാറിയുടെ വെള്ളമൊക്കെ പോലുള്ള ഒരു എന്താ എനിക്ക് കുറച്ചുകൂടി നല്ലപോലെ പോകുകയാണ്. സാറായി എനിക്കിഷ്ടമാണ്. ഇത്രയും നാളത്തെ വായന എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുന്നത് ഒരു ആത്മസംയമനത്തിനും ചിന്തയെ ഒതുക്കി നിർത്താനും ചിന്തയെ വ്യാപിപ്പിക്കാനും ഒക്കെ വായനയല്ലെങ്കിൽ പിന്നെ നമുക്ക് മാറാം. തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നു. അത് അഡ്മിനിസ്ട്രേഷനാണ് എൻ്റെ ഇപ്പോഴത്തെ ഫീൽഡെങ്കിൽ പോലും എന്തുമാത്രം വായന അതിനെ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വായന നമ്മുടെ ഒരു മനസ്സിനൊരു വലിയൊരു പാകപ്പെടുത്തുന്ന ടെമ്പറിങ് നടക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ വളരെ തിരക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുള്ള ഒരു ദിവസം പോലും ഒരു 15 മിനിറ്റ് വായിക്കുകയാണെങ്കിൽ ആ ചെയ്യുന്ന ജോലി കുറച്ചുകൂടെ അത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഒക്കെയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒരുപാട് മനസ്സിനെ എനിക്ക് രണ്ട് തരത്തിലുള്ള ഫിക്ഷൻ എനിക്കിഷ്ടമാണ്. ഇതുപോലുള്ള മോട്ടിവേഷൻ ചെയ്യാൻ ധാരാളം വായിക്കുന്നത്. ഓക്കെ.
അവരെ പിന്നെ പുതിയ പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കുന്ന കുട്ടികളുണ്ട്, ധാരാളം വായിക്കുന്ന കുട്ടികളുണ്ട്, ധാരാളം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പഴയ മട്ടിലില്ല. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള വായനയാണെന്ന് പറയാം. കൂടുതൽ ഇംഗ്ലീഷ് വായിക്കുന്നു, കൂടുതൽ മറ്റ് വായനയുടെ ഇപ്പോൾ ഈ ബുക്കായാലും അതുപോലെ ഏത് ഫോമായാലും നമ്മൾ ഫോം നോക്കുന്നില്ല. ഫോം ഏതായാലും പുസ്തകം വായിക്കുക എന്നതാണ് പുസ്തകത്തിലേക്ക് പറയാനുള്ളത്. വിഷ്വൽസിൽ മാത്രം തിരിഞ്ഞിട്ടെടുക്കാതെ വായന എന്ന് പറയുന്ന ആ ഒരു എക്സർസൈസ് അത് സ്വന്തമാക്കുന്നത് ആധുനിക തലമുറ സാഹിത്യത്തെ അല്ലെങ്കിൽ എഴുതുന്നതിന് അതുവഴി സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എത്രത്തോളം എത്രത്തോളം അവർ അറിഞ്ഞിരിക്കണം. അതായത് എഴുതുന്നത് വഴി അവരുടെ ആ ഐഡിയാസ് കണ്ടുവരും സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്വയമേ വരേണ്ടതാണ്. DC ബുക്സ് ഒരുക്കുന്ന 13ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. സാംസ്കാരിക പരിപാടികൾ അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ഏവർക്കും സ്വാഗതം. പുസ്തകം നമ്മെ ഒരു ധാർമ്മികതയുടെ പാതയിലൂടെ സഞ്ചരിക്കും. ഇത് വളരെ പതുക്കെയുള്ള പ്രക്രിയയാണ്. ആ പതുക്കെയുള്ള പ്രക്രിയ ഒരു തലമുറയുടെ സംസ്കാരത്തെ നിർണ്ണയിക്കും. അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ ഒരുപാടൊരു പുസ്തകം എഴുതിയൊരു സമൂഹം മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ പുസ്തകത്തിൻ്റെ വായനയിൽ നിന്ന് ആ തലമുറ എന്ത് ആർജിച്ചോ ആ ആർജിച്ചതിന് അനുസൃതമായിട്ട് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകും. കാരണം ആ മൂല്യമാണ് അതൊരു വലിയൊരു കാര്യമില്ല. കാരണം രൂപകളുടെ ഒരു അധികാരം വായനക്കാർ പിടിച്ചെടുക്കുകയാണ് ടെക്നോളജിയുടെ ഒരു ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത്. ഒരു ഏത് വായനക്കാരനും അയാളുടേതായ അവസരം വളരെ കമ്മിയായിട്ട് 13ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ചുള്ള ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. പ്രശസ്ത നോവലിസ്റ്റ് സാറ ജോസഫ്, ചലച്ചിത്ര സംവിധായകരായ രാജോസ്, MG ശശി, പ്രേംലാൽ, ബന്ധപ്പെട്ട മനുഷ്യരുടെ പിന്നെ സ്വപ്നങ്ങൾ ഇത് മുഴുവനും ഒരു പക്ഷേ ഈ പണം എന്ന് പറയുന്ന സംഗതിയുടെ മുമ്പിൽ അതിൻ്റെ അഭാവത്താലോ അതിൻ്റെ പലതരത്തിലുള്ള കാരണങ്ങൾ, ഞാൻ പറയുന്നതിനേക്കാൾ അധികം ഇവിടെ ഇരിക്കുന്നവരൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്. ഞാനാണ് അങ്ങനെ അല്ലാത്ത ആള്. അപ്പോൾ അവർക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് വളരെ ശക്തമായ സുന്ദരമായ സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. കമലായാലും ലാൽ ജോസ് ആയാലും ശശി ആയാലും അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായാലും. എന്നാൽ രഞ്ജിത്തിന്റെ സിനിമ കയ്യൊപ്പ് തുടങ്ങിയിട്ട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള 10ഓളം സിനിമകളിൽ രഞ്ജിത്ത് വരുത്തിയ വലിയ മാറ്റം സൗന്ദര്യ തലത്തിലും ആശയതലത്തിലും ചിന്താതലത്തിലും വരുത്തിയിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ പുതിയ കുട്ടികൾ ചെയ്യുന്ന സിനിമ, പുതിയ ആളുകളെ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അവർ ചെയ്തിട്ടുള്ള ഈ അടുത്ത് വന്നിട്ടുള്ള കുറച്ച് സിനിമകൾ, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ പോലെ അല്ലെങ്കിൽ ട്രാഫിക് പോലെയൊക്കെയുള്ള സിനിമകൾ, ഇതൊക്കെ സാധ്യമാണ്. നമുക്ക് അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് ചെയ്യാനും നമുക്ക് ആസ്വദിക്കാനും സാധ്യമാണ്. അങ്ങനെ സാധ്യമായിരിക്കെ തന്നെ പല തരത്തിലുള്ള പ്രശ്നമായ സൃഷ്ടിയാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എൽസമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ അംശങ്ങളുള്ള പെൺകുട്ടിയാണ്. ഞാൻ ടീച്ചർ നേരത്തെ പറഞ്ഞ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. വ്യവസായത്തിൽ കുറച്ച് കല എന്നുള്ളതാണ് ജനങ്ങൾ കാണുന്ന സിനിമയാവണമെന്ന് ആഗ്രഹിക്കുകയും അതിൽ കലയുടെ സൗന്ദര്യമൊക്കെ ഉണ്ടാവുകയും കുറച്ചൊരു പല നിലവാരത്തിൽ ബുദ്ധിയുള്ള ആളുകളുണ്ട്
ചിന്താശേഷിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആ ലെവലിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ചില ആളുകൾക്ക് അത്ര പോരാന്ന് തോന്നും, ചില ആളുകൾക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നും. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും ചിന്താ രീതിയുടെയൊക്കെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങനെയൊന്നും അല്ല അതിനുള്ള വിചാരം. അവൾ വിചാരിച്ചാൽ ഈ സമൂഹത്തിന് മാറ്റം വരുത്താൻ പറ്റുന്നതാണോ? ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആളുകളെ മുഴുവൻ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്തതാണ്. അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ്. അങ്ങനെ ലോകത്തൊരു പെൺകുട്ടിയില്ല. ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരിക്കലും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ കത്ത്. അപ്പം അതിനിപ്പോൾ എന്താ മറുപടി പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ അവർക്ക് എഴുതി, എനിക്ക് പക്ഷെ ഇങ്ങനെയുള്ള ചില പെൺകുട്ടികളെ പരിചയമുണ്ട്. സിനിമയിൽ ഞാൻ സിനിമ രസകരമാവുന്നതിനും അല്ലെങ്കിൽ ചടുലമാവുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില പൊടിക്കൈകളോ അല്ലെങ്കിൽ ചില മേമ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം പെൺകുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്തത് നിങ്ങൾ 20 വയസ്സ് വരെ വളരെ സേഫായിട്ട് ബാപ്പ അയച്ചു തന്ന പൈസ സ്വീകരിച്ച് ഒരു ഹോസ്റ്റലിൻ്റെ സുരക്ഷിതത്തിൽ ജീവിക്കുകയും പഠനം കഴിഞ്ഞ ഉടനെ നല്ല ശമ്പളമുള്ള ഒരാളെ കല്യാണം കഴിച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തരം ആളുകളെ കാണാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. കാരണം പിന്നെ ഒരു വളരെ ബുദ്ധിപരമായി അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല.